Hello everyone, welcome back to my channel. This is Venma. ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്ന മൺചട്ടിയിൽ ഈസി ടേസ്റ്റി ചിക്കൻ പെരളിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. ചിക്കൻ വേഗുന്ന ഒരു ടൈം മാത്രമേ നമുക്ക് അതിനകത്ത് എടുക്കുന്നുള്ളൂ. നമ്മൾ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ്, അതുപോലെ വേറെ 2-3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ചേർക്കുന്നുണ്ട്. വെള്ളം ഒന്നും ഇതിൽ തൊടുന്നില്ല. അല്ലാതെ തന്നെ ചിക്കൻ പെരളൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരുന്നത്. നല്ല സ്റ്റാർട്ടറായിട്ടോ ഡ്രിങ്ക്സ് കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റും നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. നമുക്ക് ഈസി ടേസ്റ്റി ചിക്കൻ പെരളൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ വയ്ക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ. തീ സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഞാനൊരു മീഡിയം സൈസ് ഇഞ്ചിയും 7 വെളുത്തുള്ളിയും 1/4 സ്പൂണ് പെരിഞ്ജീരകം കൂടെ ചതച്ചെടുത്ത പേസ്റ്റാണിത്. ഇതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഈ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ മൺചട്ടി ഉണ്ടെങ്കിൽ കഴിവതും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. നല്ലൊരു മണം വരും, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂക്കുന്നൊരു മണം. ആ സമയത്ത് നമുക്ക് ഞാൻ ഒരു 15 കുഞ്ഞുള്ളി, ചെറിയ ഉള്ളിയും 10 വറ്റൽമുളകും കൂടെ ചതച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് വറ്റൽമുളക് ഞാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ വറ്റൽമുളക് കുറയ്ക്കണം. ഞാനിപ്പോൾ മോന് കൊടുക്കേണ്ടത് കൊണ്ടാണ് വറ്റൽമുളക് കുറച്ചെടുത്തേക്കുന്നത്. വറ്റൽമുളക് കൂട്ടി കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കൊരു 15 ഒക്കെ വറ്റൽമുളക് എടുത്ത് ചതച്ചെടുക്കാം. ഞാനിപ്പം 10 വറ്റൽമുളകും 15 കുഞ്ഞുള്ളിയും കൂടെ എടുത്ത് ചതച്ച പേസ്റ്റായത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂക്കണം. ഈ മുളക് ഉള്ളി ചുമന്ന് നല്ല മൊരിഞ്ഞ് വരുന്നത് ഈ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇത് നന്നായിട്ട് മൂക്കണം കേട്ടോ. തീ മീഡിയത്തിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഞാനിപ്പം കുറച്ച് ചിക്കൻ മാത്രമേ ഇത് കാണിക്കുന്നുള്ളൂ കേട്ടോ. ചിക്കൻ കറി വെക്കാൻ നേരത്ത് ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണിത്. അപ്പം കുറച്ച് ചിക്കൻ്റെ ഇതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ മുളക് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മൂത്തതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. എണ്ണ കുറവാണെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതിൽ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്ന വേറൊരു ഘടകം. തീ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നല്ല പഴുത്ത ഒരു മീഡിയം സൈസ് ഒരു 1/2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കണം. നല്ല ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഇതിലൊന്ന് വെന്ത് കിടന്ന് അലിയണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടപ്പ് വെച്ച് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം ഇതിൽ നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം.
നോൺ വെജ് ആയതുകൊണ്ട് പൊടികൾ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 സ്പൂണ് തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ കിടന്നാണ് ഇതെല്ലാം നന്നായി മൊരിയേണ്ടത്. ഇതിനകത്ത് നമ്മൾ വെള്ളം തൊടുന്നേയില്ല. ഈ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി നമുക്ക് ഒരു 1/2 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നത് കേട്ടോ. എരിവ് നമ്മൾ വറ്റൽമുളകിലാണ് നമ്മുടെ കറിയുടെ എരിവ് മുഴുവൻ ഇരിക്കുന്നത്. മുളക് പൊടി അല്ലാതെ എരിവുള്ള മുളക് പൊടി നമ്മൾ ഇതിനകത്ത് തൊടുന്നില്ല. ഇത് കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്താണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കടന്ന് ഇതിൻ്റെ പച്ചമണം പൂർണ്ണമായിട്ടും മാറട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, പൊടിയുടെ മണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ എന്താ ഇതുപോലെ ചെറിയ പീസസ്സായിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. തീരെ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ പീസസ്സായിട്ട് എടുക്കണം. അതാണ് ഇതിലെല്ലാം ഈ ചിക്കൻ എല്ലാ ഭാഗത്തേക്കും ഇതെല്ലാം പിടിക്കാനായിട്ട് നല്ലത്. ഇതിനകത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ഇതിനകത്തുനിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നമുക്ക് സിമ്പിളായിട്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ചിട്ടിട്ട് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. ഉപ്പ് പൊടി ആയതുകൊണ്ട് ഇതിലങ്ങ് അലിഞ്ഞ് ചേർന്നോളും. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇനി ഇത് മൂടി വെക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. തീ ചെറുതിലേക്ക് ഇട്ടിട്ട് അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. ഇതാ കണ്ടില്ലേ, ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. വെന്തിട്ടില്ല, പകുതി വേവായിട്ടേ ഉള്ളൂ. കിടന്ന് വേവട്ടെ കേട്ടോ. ഇതിന് ഈ ചിക്കൻ ഇവിടെ കിടന്ന് വേകാൻ എടുക്കുന്ന സമയം മാത്രമേ പോകുന്നുള്ളൂ നമുക്ക്. അല്ലാതെ എല്ലാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. വെള്ളമൊക്കെ വറ്റി നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഒന്ന് മുകളിൽ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആദ്യമേ, ഞാൻ കുറച്ച് എരിവ് കുറച്ച് എടുത്തതാണെന്ന്. അതുകൊണ്ട് ഞാൻ കുരുമുളക് ഇടുന്നില്ല. കുറച്ച് കറിവേപ്പില ഒന്ന് മുകളിൽ കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പും പുളിയും ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ പെരള്. ഈസി ടേസ്റ്റി ചിക്കൻ പെരള്.
അപ്പോൾ നമ്മുടെ ചിക്കൻ റെസിപ്പി ചിക്കൻ വിരളം എല്ലാവരും കണ്ടു കാണുമല്ലോ, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേഗം തന്നെ ചിക്കൻ പോയി മേടിക്കുക, ഉണ്ടാക്കുക, കഴിക്കുക, അഭിപ്രായം എഴുതി കമൻറ്റ് പറയുക. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ടാറ്റാ. Subscribe now and press the bell icon. Never miss an update.